എല്ലാവർക്കും നമസ്കാരമുണ്ട്. കാന്തസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു വാട്ടർഫോൾസിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കണം കേട്ടോ. അതാ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ തന്നെയാണ്. ഇവിടെ റോഡ്, ഇവിടെ ചെറിയ ഒരു വാട്ടർഫോൾസ് പോലെ അവിടെ നിന്ന് അറ്റത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ താഴേക്ക് പോവാണ്. അപ്പോൾ താഴേക്ക് അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ താഴേക്ക് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാം. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇതേപോലെ ഒരു റോഡ് സൈഡിലായതുകൊണ്ട് ഇപ്പോൾ വണ്ടിയിൽ പോകുന്നവർക്കൊക്കെ കാണാനും പറ്റും. നല്ലൊരു എന്താ പറയുക, നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. കാരണം വെച്ചാൽ ഞാൻ ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. കല്ലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ അറ്റത്ത് നിന്ന് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് അറ്റത്ത് നിന്ന് ഇങ്ങനെ കല്ലുമുക്കോടെ ഇങ്ങനെ ഒലിച്ച് വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ആ കല്ലുമുക്കോടെ വെള്ളം ഇങ്ങനെ ചാടി വരുന്ന ആ ഒരു സൗണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെറിയ ഫോട്ടോഷൂട്ട്, അതായത് വെള്ളത്തിലേക്ക് ഇരുന്ന് കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നവർക്ക് ഈ മഴക്കാലത്ത് ഇവിടെ വന്നാൽ നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. കേട്ടോ, ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. താഴെ ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും താഴത്ത് പോയി കണ്ടിട്ട് വരാം. താഴത്ത് എന്താ വെച്ചാൽ ഒരു സ്റ്റെപ്പ് മുക്കോടെയൊക്കെ വേണം ഇറങ്ങി പോവാനായിട്ട്. റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരിങ്കല്ലിൻ്റെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ വീഴാനും ചാൻസ് ഉണ്ട്. എന്തായാലും കാണിച്ചു. ഞാൻ അപ്പോൾ മുകളിൽ നിന്നിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഇറങ്ങി പോടാം. അപ്പോൾ വലിയ അപകടമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ നല്ല, അതായത് ഒരു സൺഡേ ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സമയമാണ്. പിന്നെ റോഡ് സൈഡിലായതുകൊണ്ട് ഡേഞ്ചർ കണ്ടോ. ഇതാണ് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു കെട്ടിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകാനായിട്ട്. നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട്. എന്തായാലും നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാല്ലേ. അമ്മേ, മൊബൈല് സൂക്ഷിച്ചിറങ്ങി പോണം. എൻ്റെ പൊന്നെ, ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഒരു ടെൻഷനാണ് ഗൈസ്. കാരണം വെച്ചാൽ ഇവിടുന്ന് തലമുത്തി എങ്ങാനും വീണ് കഴിഞ്ഞാൽ ഒരാളും അറിയില്ല. കാരണം നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. പിന്നെ മാത്രമല്ല, മഴ പെയ്ത് കിടക്കുന്ന കാരണം കൊണ്ട് കല്ലൊക്കെ ചിലപ്പോൾ സ്ലിപ്പാവാം. വഴിക്ക് കിടക്കുന്നുണ്ടെങ്കിലേ എന്താ പറയുക, കല്ലുമ്മ ഇലയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ വഴുക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ അത് കണ്ടോ, നല്ല ഹൈറ്റിലുള്ള കെട്ടാണ്. ആ കെട്ടിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് ഇറങ്ങാൻ. ഇനി ആ കെട്ടിൻ്റെ ഉള്ളിൽ വല്ലതും ഇരിക്കുന്നുണ്ടെങ്കിലോ അതും വലിയ പണിയാണ്. എൻ്റെ അമ്മ, അങ്ങനെ നമ്മൾ താഴേക്ക് എത്തി ഗൈസ്. പിന്നെന്താണ്, നമ്മുടെ ഈ വാട്ടർഫോൾസിനെ പറയുന്നത് കുറ്റിപ്പാറ വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ. അതെ, അതിൻ്റെ മുകളിലൊരു ഏറുമാടൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ചേട്ടന്മാർ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. നല്ല ശബ്ദമാണ്. നമുക്ക് ഒന്നും കറക്റ്റ് പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നതിൻ്റെ നല്ല അടിപൊളി സൗണ്ട് കേൾക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, നമുക്ക് എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങി അവിടെ വരെ ഒന്ന് പോയി നോക്കാം. വീഴാണ്ടിരുന്നാൽ ഭാഗ്യം. എന്തായാലും ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നിട്ട് എനിക്ക് നഷ്ടം ഇല്ല എന്ന് വിചാരിക്കുന്നു. കാരണം എന്താ പറയുക, ഞാൻ ഇതേപോലെ ഇന്നാളൊരു വാട്ടർഫോൾസ് കണ്ടിട്ട് തേടി പിടിച്ച് പോയി. അവിടെ ചെന്നപ്പോണ്ടല്ല, ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് വെറുതെ ആയി പോയില്ലെന്ന് തോന്നിപ്പോയി. പക്ഷെ ഇത് നമുക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് വെള്ളത്തിൽ ജസ്റ്റ് ഇറങ്ങാം. മൊബൈല് വീഴാണ്ട് പോകണം. നോക്കാം നമുക്ക്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ എന്തായാലും വെള്ളം. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങി പോയിട്ട് വരാം.
അടിപൊളി. നല്ല എന്താ പറയാ, നല്ല സന്തോഷം തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഇതേപോലെ വാട്ടർഫോൾസിന്റെ ഇങ്ങനെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് എടുക്കണേ. കാരണം വെച്ചാൽ ഇതേപോലെ വാട്ടർഫോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാറുള്ളൂ. ഇതിപ്പോ ലോങ് വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് അതിന്റെ ഇതേപോലെ ഒരു ലോങ് വീഡിയോ വാട്ടർഫോൾസിന്റെ ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവര് എന്താ പറയാ, വ്യൂസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും ലൈക്കും കമന്റും ഒക്കെ നമുക്ക് വളരെ കുറവാണ്. എന്തായാലും വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് പോവാം. കാരണം വെച്ചാൽ പിന്നെ എന്താ വെച്ചാലേ നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നെയാണ് ഞാനത് എടുക്കുന്നത്, വേറെ ക്യാമറ ഒന്നും വെച്ചിട്ടല്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു ലൗച്ചിന് ഒരു ഹാർട്ടെങ്കിലും ഇട്ട് തരണം കേട്ടോ. വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ച് പോകണ്ടേ. അയ്യോ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ കൈ. ആണോ, കാല് വെക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. നല്ല ടെൻഷനുണ്ട്, വീഴാതെ. എൻ്റെ അമ്മ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും വലിയ വഴുക്കലില്ല. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോകും നമ്മൾ? അങ്ങോട്ട് ഇറങ്ങി പോകണമെന്നുണ്ട്, പക്ഷെ ഇതുണ്ടോ, ഇതൊരു സ്ലോപ്പാണ്. സ്ലോപ്പ് നല്ല വഴുക്കലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വീഴാനും ചാൻസ് ഉണ്ട്. ഒരാളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൽ കൂടെ ഇറങ്ങി താഴേക്കൊക്കെ പോകുമായിരുന്നു. ഇതിൻ്റെ താഴേക്ക് പോയി ഇതിൻ്റെ വേറൊരു ഭാഗം കൂടെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ചേട്ടൻ. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ താഴേക്ക് വേറെ വഴിക്ക് പോയി നോക്കാം. എന്തായാലും നല്ല അടിപൊളി സ്ഥലമല്ലേ, നല്ല അടിപൊളി വാട്ടർഫോൾസ്. ഗൈസ്, നമ്മുടെ ഏറുമാടത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. അത് എന്താ സെറ്റപ്പ് എന്നറിയില്ല. ഇപ്പം ആരെങ്കിലും ഇവിടുത്തെ ചേട്ടന്മാർ കണ്ടാൽ ചീത്ത പറയാവോ? നോക്കാൻ തരും. അമ്മേ കണ്ടോ, അവിടെയൊക്കെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിടക്കും, ചാടി നോക്കാം അല്ലേ ഇവിടെ നിന്നാണ്ട്. അമ്മേ, കുഴപ്പമില്ല. അങ്ങോട്ട് കയറി പോണത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. നോക്കട്ടെ കേട്ടോ. ഓ ഗൈസ്, കുപ്പിച്ചിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓ ഗൈസ്, നമ്മുടെ ഏറുമാടം ആകെ തവിട് പൊടിയായി കിടക്കണ്ട. നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് കയറണില്ല കേട്ടോ. അപ്പം നമുക്ക് താഴേക്കാനെ പോവാം. ഞാനിത് കണ്ടില്ല, അതല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരില്ലായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് താഴേക്ക് തന്നെ വീണ്ടും ഇറങ്ങിപ്പോവാം. അമ്മേ, അയ്യോ, വഴി മാറി. ഓ ഗൈസ്, പേടിച്ചു പോയി ഗൈസ്. കാലുമ്മ ഒരു കറുത്ത സാധനം ഇരിക്കുന്ന ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അട്ടയാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അട്ടയുടെ ശല്യം ഒന്നുമില്ല എന്ന് തോന്നുന്നു ഇവിടെ. എവിടെ നിന്ന് ഞാൻ ചാടിയത്? അയ്യോ, പോയാ, വഴി മാറിയോ?
വന്ന വഴി കൂടെ തിരിച്ചു പോകാൻ പറ്റുന്നില്ല ഗൈസ്. എന്തൊരു കഷ്ടപ്പാടല്ലേ നമുക്കൊരു വീഡിയോ എടുക്കാനൊക്കെ. എന്നിട്ടും നമുക്ക് ലൈക്കും കമൻറ്റൊന്നും തരല്ലേ എന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ കഷ്ടം തോന്നുന്നത്. ഒരു വീഡിയോ എടുക്കാൻ പോകുന്നവൻ്റെ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നവൻ്റെ ബുദ്ധിമുട്ട് അവനല്ലേ അറിയുള്ളൂ. ഭഗവാനെ അമ്മേ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ചെറിയ വാട്ടർഫോൾസ് എന്തായാലും നല്ല അടിപൊളിയുണ്ട്. ഒരുത്തനോട് വന്ന് നിൽക്കണുണ്ടോ? അവനെന്തോ വെള്ളത്തിലെന്തോ കണ്ടിട്ട് ചാടാൻ നിൽക്കാം. ഓ അവൻ തിരിച്ചു പോയി. പ്രശ്നക്കാരനാവോ? എന്തായാലും കുഴപ്പമില്ല അല്ലേ. എന്തായാലും നമ്മുടെ വാട്ടർഫോൾസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കുട്ടികളൊക്കെ ആയിട്ട് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ നല്ല പറ്റിയ സ്ഥലമാണ്. ഇവിടെ വേണമെങ്കിൽ കുറച്ച് എന്ന് വെച്ചാൽ മുട്ടുകാലിൻ്റെ അത്രയും ആഴമുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ എന്തായാലും വേണമെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇതങ്ങനെ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് റോട്ടിൽ കൂടെ പോയി നോക്കാം ഇതിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗം കിട്ടുമോ എന്ന് അറിയാനായിട്ട്. ഈ വെള്ളം വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വാട്ടർഫോൾസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഇതാണ് കുറ്റിപ്പാറ വാട്ടർഫോൾസ് എന്നാണ് നമുക്കിവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കുറ്റിപ്പാറ വാട്ടർഫോൾസ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ സ്പോട്ട് കറക്റ്റ് വരുന്നത് എവിടെയാണ്? ചുള്ളിന്ന് അങ്കമാലിക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിക്ക് നമുക്ക് എവിടേക്കാണ്? അപ്പോൾ ഈ വഴി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോൾസിലേക്ക് വേറൊരു വഴി കൂടെ നമുക്ക് വരാം കേട്ടോ. അവിടെ വണ്ടി പോകുന്ന വഴിയാണ്, ബൈക്ക് പോകുന്ന വഴിയാണ്. എന്നാൽ പോലും ഇവിടെ റോഡിലൊക്കെ കല്ലൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പ്രദേശവാസികൾ ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഈ കല്ല് വെച്ചിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്തുകൊണ്ടാണെന്നറിയില്ല. ഇനിയിപ്പോൾ വേറെ പുറത്തുനിന്നുള്ള വണ്ടികളൊക്കെ വന്നിട്ട് ആണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നറിയില്ല. ഇതിൽ നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കണം. ഇപ്പോൾ ഞാൻ ആ വാട്ടർഫോൾ അവിടെ ആ വെള്ളച്ചാടി വരുന്ന വേറൊരു വഴി സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് തിരിച്ച് കയറി പോകുന്നതാണ് കേട്ടോ. അമ്മേ നടക്കാൻ ഇത്തിരി പാടെന്ന് വെച്ചാൽ കയറ്റം ഇറക്കാണ് ഗൈസ്. കയറി വരുമ്പോൾ തന്നെ വളവും തിരിവൊക്കെ ആണെങ്കിലും നല്ലൊരു കയറ്റം തന്നെയാണത്. ഗൈസ് എന്തായാലും മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വേഗം പോവാം, അല്ലെങ്കിൽ മഴയത്ത് പെടും. കോട്ടുണ്ട്, എന്നാലും നമുക്ക് വേറൊരു സ്ഥലം കൂടെ ഇവിടെ ഉണ്ട്. അവിടെ പോകണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ അവിടെ നേരത്തെ പോയാൽ എങ്ങനെയാകും എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.